നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷം ഇതാ ടാറ്റ ഗ്രൂപ്പിൽ നിന്നും പുതിയ ഒരു കമ്പനി കൂടിയും ഓഹരി രംഗത്തേക്ക് വന്നിരിക്കുന്നു. അത് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഇത് ഒരു ഗ്ലോബൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് ആണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത 3042.51 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലെ പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. പുതിയ ഓഹരികൾ ഒന്നും തന്നെയില്ല. 9.57 കോടി ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സും പിന്നെ തുടക്കം മുതലുള്ള 2 നിക്ഷേപകരുമാണ് ഇപ്പോൾ ഓഹരികൾ വിൽക്കുന്നത്. അതിൽ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് 8 കോടിയിലധികം ഓഹരികളും വിറ്റഴിക്കുന്നത്. അതായത് ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ള പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 20% വരും ഈ ഓഹരികൾ. ഇതിൽ മറ്റൊരു പ്രത്യേകത, 20 ലക്ഷം ഓഹരികൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ എംപ്ലോയീസിന് വേണ്ടി ഇവർ റിസർവ് ചെയ്തിട്ടുണ്ട്. 10% ഓഹരികൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടും റിസർവ് ചെയ്തിട്ടുണ്ട്. നവംബർ 22 മുതൽ 24 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് ഇനി ഈ കമ്പനിയുടെ ഓഹരി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് 1994 രൂപം കൊണ്ട ഇതൊരു എഞ്ചിനീയറിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞു. മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് പ്രൊഡക്റ്റിൻ്റെ കൺസെപ്ച്വലൈസേഷൻ, പിന്നെ ഡെവലപ്മെൻറ്റ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് നൽകുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ ടാറ്റ ടെക്നോളജീസ് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമോട്ടീവ് രംഗത്ത് ഇതിന് നല്ല പരിചയമുള്ളതുകൊണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൊമോട്ടറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾക്ക് വേണ്ട സഹായവും ഈ കമ്പനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എയറോസ്പേസ്, ട്രാൻസ്പോർട്ടേഷൻ, ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി തുടങ്ങിയ രംഗത്തും ടാറ്റ ടെക്നോളജിയുടെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ്. അതായത് ലോകത്തിലെ വലിയ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസുകളുമായിട്ടെല്ലാം വലിയ ബന്ധങ്ങളുള്ള ഒരു കമ്പനിയാണ് ഇത്. ഏഷ്യ പസഫിക്, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ടാറ്റ ടെക്നോളജീസിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2022 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റവന്യൂ ഇന്ത്യയിൽ നിന്ന് 25.76% അതുപോലെ യൂറോപ്പിൽ നിന്ന് 23.94%, നോർത്ത് അമേരിക്കയിൽ നിന്ന് 22.27%, ബാക്കി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 28.03% റവന്യൂ ലഭിക്കുന്നത്. ടാറ്റ ടെക്നോളജീസിൻ്റെ എംപ്ലോയീസിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ 11,081 എംപ്ലോയീസാണ് പെർമനൻ്റ് ആയിട്ടുള്ളവർ ഉള്ളത്. അതിൽ 10,161 പേര് ഫുൾ ടൈം എംപ്ലോയീസും ബാക്കിയുള്ളവർ കോൺട്രാക്ട് ബേസിലുള്ള എംപ്ലോയീസുമാണ്. ഇവരെ കൊണ്ട് ഈ ലോകത്തിലുള്ള മറ്റ് വലിയ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലോകത്തിലെ 18ഓളം ഡെലിവറി സെൻറ്റേഴ്സ് വഴിയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ആണ് പ്രധാനമായിട്ടും. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 87.58% ഓഹരികളും ടാറ്റ മോട്ടോഴ്സിൻ്റെ കൈവശമാണ്. പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിൽ ആണ് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 9.57 കോടി ഓഹരികളാണ് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പോകുന്നത്. അതിൽ 20% ഇപ്പോഴുള്ളതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലിൽ 20% ഓഹരികൾ, അതായത് 8,11,33,706 ഓഹരികളാണ് ടാറ്റ മോട്ടോഴ്സ് വിറ്റഴിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 2 ഇൻവെസ്റ്റേഴ്സ്, പ്രധാന 2 ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ TC ഹോൾഡിങ്ങും ടാറ്റ ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ടുമാണ്. അവർ അതിൽ ആൽഫ വിറ്റഴിക്കുന്നത് 9.71 ദശലക്ഷം ഓഹരികളും ടാറ്റ ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ട് അവർ വിറ്റഴിക്കുന്ന 4.85 ദശലക്ഷം ഓഹരികളുമാണ്. അത് ചെറിയ ശതമാനം മാത്രമാണ്. ആൽഫയുടേത് 2.4%, ടാറ്റ ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ടിൻ്റേത് 1.2% ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത്. ഈ ഇഷ്യൂ ലിസ്റ്റ് ചെയ്യുക വഴി കമ്പനിക്ക് ലഭിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ആനുകൂല്യമാണ് പ്രധാനമായിട്ടും. കൂടുതൽ പങ്കാളിത്തം പബ്ലിക്കിൻ്റേത് കമ്പനിയിലേക്ക് വരികയും ചെയ്യും. മാത്രമല്ല, ആദ്യകാലത്ത് മുടക്കിയ തുകയുടെ കുറച്ച് ഭാഗം ലാഭമായിട്ട് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യും.
ഇനി ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 15.37, പി റേഷ്യോ 30.9, 32.53, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 20.87%, പിന്നെ NAV 73.65 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജേഴ്സ് JM ഫിനാൻഷ്യൽസ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, പിന്നെ BOFA സെക്യൂരിറ്റീസ്, രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. വളരെ മികച്ച ഫിനാൻഷ്യൽ കണക്കുകളാണ് ടാറ്റ ടെക്നോളജീസിനുള്ളത്. 2022 3529.58 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. അടുത്ത വർഷമായപ്പോൾ അത് 4414.18 കുതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ് ഇൻകം 239.17 ആയിരുന്നു 2021, 22 ആയപ്പോഴത്തേക്ക് 436.99 എന്നത് വർദ്ധിച്ചു. അത് പിന്നീട് 2023 624.03 കോടിയായിട്ടാണ് നെറ്റ് ഇൻകം വർദ്ധിച്ചിട്ടുള്ളത്. അപ്പം മികച്ച ഒരു പെർഫോമൻസ് ആണ് ഇക്കാര്യത്തിൽ കമ്പനിക്കുള്ളത്. ടാറ്റ ടെക്നോളജീസിൻ്റെ ഇഷ്യൂ ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നവംബർ 22 മുതൽ 24 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 475 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഫെയർ പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെയില്ല. 9.57 കോടി ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് അവർ വിറ്റഴിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 3042.51 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ്. 30 ഷെയറുകളാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനൊക്കെ ആണെങ്കിൽ 14 മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 35% അവർ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് ഓഹരികൾ. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 30 ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 10% ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 ലക്ഷം ഓഹരികൾ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടും ഇത് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഡിസംബർ 5 ആയിരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയം തോന്നുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ഗ്ലോബൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ടാറ്റ ഫാമിലിയിൽ നിന്നുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഷോർട്ട് ടൈം ബേസിലും ലോങ് ടൈം ബേസിലുള്ള ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ടാറ്റ ടെക്നോളജീസിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.